RCCയിൽ അർജൻറ്റ് സതീഷ് ഒരു നിവർത്തിയില്ല. 2 പിള്ളേരെ പോസിറ്റീവ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ശരി ഞാനിപ്പോൾ വിളിച്ചിട്ട് തിരിച്ച് വിളിക്കാമേ. നല്ല ഭക്ഷണം വിളമ്പുന്നു, അതോടൊപ്പം തന്നെ നാടൊട്ടുക്കെ സ്നേഹവും വിളമ്പുന്നു. അങ്ങനെയുള്ള സതീശന്റെ കടയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വിട്ടേക്കാം, വാ. എങ്ങനെ ഈ ഹോട്ടൽ ഫീൽഡിൽ എത്തിപ്പെട്ടു? ഇതൊരു സുഹൃത്ത് നടത്തിക്കൊണ്ടിരുന്നതാണ്. വേറെ മാർഗങ്ങളില്ലാതായപ്പം പുള്ളി എനിക്ക് മാറി തന്നതാണ്. ഇതിപ്പോ എത്ര ഒരു കൊല്ലോ? എത്രയും നമ്മൾ തുടങ്ങി? 2.5 വർഷമായി. ചിക്കൻ വരട്ട്, ബീഫ് തോരൻ, പുട്ട്, ബറോട്ട, കപ്പ, ചപ്പാത്തി, ദോശ. നമ്മളിപ്പോ RCC നടന്നൊരു ഫുഡ് പരിപാടി എന്താ? നമ്മള് അന്നം അമൃതം എന്ന് പറഞ്ഞിട്ട് RCCയിലെ ബൈസ്റ്റാൻഡേഴ്സിന് ഇപ്പൊ ഏകദേശം 3 വർഷം കഴിഞ്ഞു. ഒത്തിരി ആളുകൾക്ക് ഇപ്പൊ ഇത് അറിയാം. അവരുടെ വീട്ടിലെ എന്തെങ്കിലും മരണാനന്തര ചടങ്ങുകളോ അല്ലെങ്കിൽ ബർത്ത്ഡേയോ അല്ലെങ്കിൽ വിവാഹ വാർഷികമോ അതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അവരെ സമീപിക്കുക. ഒരു 300 ആളിനൊക്കെ ആണ് ഒരു പ്രാവശ്യം ആഹാരം കൊടുക്കുക. ഞായറാഴ്ചയാണ് വന്നതെങ്കിൽ നല്ല ബീഫ് തോരൻ കിട്ടുമായിരുന്നു കേട്ടോ. ഞായറാഴ്ച 10 ദിവസം മാത്രമേ ബീഫ് തോരൻ ഉള്ളൂ. ഇത് ബ്രോയിലർ കോഴിയുടെ കറിയാണ്. ചൂട് പൊട്ട് അതിന് ചൂട് കൂടെ അങ്ങനെ കിട്ടുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ നാടൻ കോഴിയുടെ പെരട്ടിൻ്റെ. ഗംഭീരം. ഞാൻ സതീശൻ നമ്പർ കൊടുക്കാം. ഈ നമ്പറിൽ വിളിച്ചാൽ അപ്പം ഇന്ന ദിവസം ഞങ്ങളൊരു 300 പേരുടെ ഭക്ഷണം ഞങ്ങൾ തരാം എന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സഹായിക്കാം. എന്തായാലും ഞാൻ മെല്ലെ കഴിച്ചിട്ട് വിട്ടേക്കും. പോട്ടെ, ബൈ.